അഭിഷേകമന്ന എന്ന വചന സന്ദേശത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മർക്കോസ് സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 35 മുതലുള്ള വചനഭാഗത്ത് അന്ന് സന്ധ്യയായപ്പോൾ യേശുവിൻ്റെ കൂടെ വലിയൊരു പുരുഷാരം ഉണ്ടായിരിക്കുമ്പോൾ അവരെ പറഞ്ഞു വിട്ട ശേഷം യേശുവും ശിഷ്യന്മാരും ചേർന്ന് പടവിൽ കയറി അക്കരയ്ക്കുള്ള യാത്ര. യേശു കയറിയ പാടെ പടക് വേഗം വിട്ടുപോകാൻ ഇടവന്നു. അപ്പോഴാണ് പ്രകൃതിയിൽ ചില വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നതായി കാണാൻ കഴിയുന്നത്. യേശുവിൻ്റെ കൂടെ ശിഷ്യന്മാരുണ്ടായിരുന്നു. യേശു അമരത്ത് തലവെണ്ണ വെച്ച് ഉറക്കത്തിലാകുന്ന സമയത്ത് പെട്ടെന്ന് വലിയൊരു ചുഴലിക്കാറ്റ് വന്നു. കാറ്റോടുകൂടെ വള്ളത്തിൻ്റെ അകത്ത് വെള്ളം കയറാൻ തുടങ്ങി. ഇളകി മറിഞ്ഞ കടലിലും അവർ യാത്ര ചെയ്ത ആ വള്ളത്തിലും മുങ്ങിച്ചാകുമെന്ന് ഉള്ള വലിയൊരു വിചാരം അവർക്ക് കടന്നു വരാൻ ഇടവന്നു. ജീവിതത്തിലെ ചില വിചാരങ്ങളാണ് നമ്മളെ പരാജയപ്പെടുത്താൻ ഇടവരുന്നത്. ഇവിടെയും ശിഷ്യന്മാർക്ക് വിചാരം വന്നു. അവർക്ക് വന്ന വിചാരം ഞങ്ങൾ നശിക്കാൻ പോകുന്നു എന്നാണ്. യേശുവിനെ തട്ടി ഉണർത്തി, ഗുരു നീ അറിയുന്നില്ലേ? കർത്താവെ നീ ഇതൊന്നും കാണുന്നില്ലേ? ഞങ്ങൾ നശിക്കാൻ പോകുന്നു. അപ്പോഴാണ് യേശു ഉണർന്ന് അവരെ ഒന്ന് ശാസിച്ചിട്ട് അവരോട് പറയുകയാണ്, നിങ്ങൾ എന്തിനാണ് ഭയപ്പെടുന്നത്? കാറ്റിനോട് പറഞ്ഞതുപോലെ കാറ്റ് അനുസരിക്കുന്നു, കടലിനോട് പറഞ്ഞതുപോലെ കടൽ അനുസരിക്കുന്നു. കാറ്റും കടലും ഒരുപോലെ അനുസരിക്കാൻ കഴിയുന്ന വിധത്തിലേക്ക് യേശുവിൻ്റെ വാക്ക്, ആ വചനം വെളിപ്പെട്ടപ്പോൾ ഈ അത്ഭുതം കണ്ട് അവർ തന്നെ അത്ഭുതപ്പെടുവാൻ ദൈവം ഇടയാക്കി. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില വിചാരങ്ങളാണ്, നെഗറ്റീവായ ചില വാക്കുകളാണ്, നെഗറ്റീവായ ചില തോന്നലുകളാണ്, നെഗറ്റീവായ ചില വിചാരങ്ങളാണ് പലപ്പോഴും നമ്മൾ നശിക്കുന്ന അവസ്ഥയിലേക്ക് വരാൻ ഇടവരുന്നത്. ആരെങ്കിലും എനിക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ അത് നെഗറ്റീവായിട്ടാണ് നമ്മൾ കാണുന്നത്. ജീവിതത്തിൽ എന്തെങ്കിലും കാര്യം സംഭവിച്ചാൽ അത് നെഗറ്റീവായിട്ടാണ് കാണുന്നത്. പ്രിയമുള്ളവർ, നമ്മൾ ഇവിടെ മനസ്സിലാക്കണം, കർത്താവായ യേശു എൻ്റെ പക്ഷത്തെങ്കിൽ ആരാണ് എനിക്ക് എതിര് നിൽക്കുന്നത്? വെള്ളത്തിലേക്ക് അടിച്ചു കയറി വരുന്ന, വള്ളത്തിലേക്ക് അടിച്ചു കയറി വരുന്ന വെള്ളമോ, അല്ലെങ്കിൽ വലിയ കൊടുങ്കാറ്റോ, ഏത് വലിയ മഹാമാരി വന്നാലും കർത്താവായ യേശു കൂടെയുണ്ടെങ്കിൽ നമ്മൾ മറ്റൊന്നും ഭയപ്പെടേണ്ടി വരികയില്ല. ജീവിതത്തിലെ പ്രതിസന്ധികളുടെ നടുവിൽ നമ്മെ നിർത്തുവാൻ കഴിയുന്ന കർത്താവിനോട് കൂടെ ഇന്ന് ഈ പ്രഭാതത്തിൽ നിൽക്കുവാൻ നമുക്ക് കഴിയണമെങ്കിൽ നമ്മുടെ വിചാരങ്ങൾ മാറ്റണം. അവൻ്റെ വിചാരം നമ്മുടെ അകത്ത് വെളിപ്പെടണം. നമ്മുടെ ചിന്തകൾ മാറ്റണം. കർത്താവിൻ്റെ ചിന്ത നമ്മുടെ അകത്ത് വെളിപ്പെടണം. നമ്മുടേതായ പ്രവർത്തനങ്ങൾ മാറ്റണം. കർത്താവിൻ്റെ പ്രവൃത്തി നമ്മുടെ മേൽ വെളിപ്പെടണം. നമ്മുടേതായ ജീവിതശൈലികൾ മാറ്റണം. കർത്താവിൻ്റെ വചനപ്രകാരം കർത്താവിൻ്റെ ജീവിതശൈലിയിലേക്ക് നമുക്ക് മാറാൻ ഇടവരണം. ഇത്രയും കാലം നമ്മൾ എങ്ങനെയോ ജീവിച്ചത്, ആ ജീവിതത്തിലുള്ള അവസ്ഥകളെല്ലാം കൊടുക്കണം. ഈ ലോകത്തിൻ്റെതിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ദൈവത്തിലേക്ക് നമ്മൾ നോക്കുന്നില്ല എന്നാണ്. ലോകത്തിലുള്ളത് ആ നിക്ഷേപത്തിലേക്കാണോ നമ്മുടെ കണ്ണെങ്കിൽ നമുക്ക് ദൈവത്തിലേക്കുള്ള നിക്ഷേപത്തിലേക്ക് നമ്മുടെ മനസ്സും കണ്ണും തിരിയുന്നില്ല എന്നാണ് അർത്ഥം. അതുകൊണ്ട് ആ കൊളോസ്യ ലേഖനം പറഞ്ഞത്, യേശു പറഞ്ഞത്, നിങ്ങൾ താഴെയുള്ളതല്ല ഉയരത്തിലുള്ളത്. ജീവിതത്തിലെ ചില പ്രതിസന്ധികൾ ഉണ്ടാകാം, പ്രശ്നങ്ങൾ ഉണ്ടാകാം, ഒറ്റപ്പെടുത്തലുകൾ ഉണ്ടാകാം. ഇതുപോലെ വള്ളത്തിൽ യേശുവിനോട് കൂടെ യാത്ര ചെയ്യുമ്പോൾ യേശു ഉണ്ടെങ്കിൽ പോലും ഞങ്ങൾ നശിക്കുന്നു, ഞങ്ങൾ തകർന്നു പോകുന്നു, ഞങ്ങൾ പ്രയാസപ്പെടുന്നെല്ലാം വിളിച്ചു പറയാൻ നമുക്ക്
എങ്ങനെയാ കഴിയുന്നത്? നമ്മുടെ വിശ്വാസത്തിൻ്റെ കുറവാണ്, നമ്മുടെ പ്രാർത്ഥനയുടെ കുറവാണ്, ദൈവമായുള്ള കൂട്ടായ്മയുടെ കുറവാണ്. ഇപ്പം നമ്മൾ ഈ കുറവുകളെല്ലാം വിട്ട് വിചാരങ്ങളെല്ലാം മാറ്റി, കർത്താവേ നീ എന്നിൽ പ്രവർത്തിക്കണമേ, എൻ്റെ ഭവനത്തിൽ പ്രവർത്തിക്കണമേ, നിന്റെ അത്ഭുത പ്രവൃത്തി. ഇന്ന് മുതൽ ഒരു നെഗറ്റീവായ ഒരു വാക്കുപോലും പറയാതെ എല്ലാം എനിക്കായി കരുതുന്ന ദൈവം എനിക്ക് വേണ്ടി ചെയ്യുമെന്ന് ഉറപ്പിച്ചു പറഞ്ഞു പോകാൻ പറ്റുമോ? ഇന്നു മുതൽ നിങ്ങളുടെ ഭവനത്തെ അനുഗ്രഹിക്കും. നിങ്ങളുടെ ഭവനത്തിൻ്റെ മേലേക്ക് അവൻ്റെ കരം വന്ന് നമ്മളെ പരിപാലിക്കും, നമുക്ക് സംരക്ഷണം തരും. ഈ കർത്താവിൻ്റെ സന്നിധി നമ്മളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. കർത്താവേ, നല്ല പ്രഭാതം തന്ന കർത്താവിൻ്റെ സന്നിധി ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ശക്തിയായി നിറയണം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.